നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീടാണ് പുറകെ കാണുന്നത്. ഞാൻ എത്തി തിങ്കളാഴ്ച ഞാൻ തിങ്കളാഴ്ച രാവിലെ എത്തി. തിങ്കളാഴ്ച ക്ലാസ്സിനൊന്നും പോയില്ല, ഫുള്ള് റെസ്റ്റായിരുന്നു. ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഇനി ഞാൻ തന്നെ ഇട്ടല്ലേ, എന്നാലും ഇരിക്കട്ടെ. അപ്പോൾ രാവിലെ ഞാനും അമ്മയും കൂടെ ഒന്ന് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് അവധിയാണ്, പോയിച്ചായിരുന്നു അവധിയായിരുന്നു. അപ്പോൾ ഏതമ്പലത്തിലാണ് പോകുന്നത്? അമ്പലത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. ഓറോമ്പുറത്തൊരു അമ്പലത്തിലാണെന്ന് അറിയാം. അത് ഓട്ടോക്കാരനെ അറിയത്തുള്ളൂ. അമ്പലം ഏത്? ശിവൻ്റെ അമ്പലത്തിൽ. ശിവൻ്റെ അമ്പലത്തിൽ. അങ്ങനെ ശിവക്ഷേത്രത്തിലോട്ട് പോവാം. അവിടെ ചെല്ലുമ്പോൾ സൗണ്ടോ കാര്യങ്ങളോ പാട്ടോ ഒക്കെ ആണെങ്കിൽ വീഡിയോ എടുക്കത്തില്ല, കോപ്പിറൈറ്റ് ഉണ്ടാവും. അമ്പലത്തിൽ പോയി തൊഴുതു. അവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. സബ്സ്ക്രൈബർ ഒരു കുഞ്ഞിനെ കണ്ടു കേട്ടോ. ഞാനല്ല, നീറ്റിന് പഠിക്കുക. അയ്യോ, പേര് ചോദിക്കാൻ വിട്ടുപോയി. വീഡിയോ കാണുവാണെങ്കിൽ കമന്റ് ഇട്ടേക്കണേ, പേരെന്തുവായിരുന്നേ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. പാവത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ. ഇനി എന്തായാലും ഒരിക്കൽ കിടുവിനെയൊക്കെ കൂട്ടിയിട്ട് വരാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. നടക്കുമെന്നറിയില്ല, എന്നാലും നോക്കാം. അമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്ന് ഡ്രസ്സെല്ലാം മാറി ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു. അമ്മ നല്ല ചൂടൻ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും കട്ടൻ ചായയൊക്കെ ആയിട്ട് ഇപ്പോൾ വരും. വിശന്നിട്ട് വയ്യ, സമയം കുറേയായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാനും ചെറിയ ചെറിയ പരിപാടികളിലായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. കുറേ പണിയൊക്കെ ഒതുക്കി. ഇനിയും കിടക്കുന്നു കുറേ പണി. നാളത്തേക്ക് കുറേ നോട്ട് എഴുതാനുണ്ട്. കുറേ ദിവസത്തെ ക്ലാസ് പെൻഡിങ് ആയില്ലേ. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയെങ്ങാണ്ടായി ഞാൻ ക്ലാസ്സിന് പോയിട്ട്. അത്രയും ദിവസത്തെ നോട്ട് എനിക്ക് എഴുതാൻ കിടക്കുക. എന്തോരം ഉണ്ടെന്നറിയാവോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ശൂന്യതയെന്നറിയാലോ. പിന്നെ ഈ കിടുവിൻ്റെ കാര്യം പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കേട്ടോ. ഞാൻ അവൻ്റെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഞാൻ അവിടെ തന്നെ അല്ലായിരുന്നു. അറിയാവുന്നവർക്കറിയാം, എന്നാൽ അറിയാത്തവരോടാട്ടോ ഞാനീ പറയുന്നത്. കിടു എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനിവിടെ ചേർന്നില്ല, മലപ്പുറത്ത് ചേർന്നതിന് ശേഷമാണ് കുഞ്ഞിനെ ഇങ്ങനെ മാറി നിൽക്കുന്നത്. അവനെ ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം അമ്മയ്ക്ക് അവനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ വരുന്നിടം വരെ അവനെ പിടിച്ചെടുത്തുണ്ടായോ. അതൊക്കെ കൊണ്ടാണ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തത്. പിന്നെ അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞങ്ങളുടെ ആ ഒരു ബോണ്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അത് എനിക്കാ ബുദ്ധിമുട്ട് അവനെ മാറി നിൽക്കുന്നതിൽ. കുഞ്ഞിനിപ്പോൾ എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. കാരണം അവൻ്റെ പ്രായം അതാ. അവന് കളിപ്പാട്ടം, പിന്നെ അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവനിരുന്നോളൂ. അവൻ്റെ തിരിച്ചറിവ് അവനുള്ള പ്രായമായിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. ഞാൻ ഏട്ടനെ കുഞ്ഞ് ഇപ്പം ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ഒരു ബോണ്ട് അതുപോലെ തന്നെ ഉണ്ടാവും. അതങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. എന്തുവായി പറയുന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങൾ അടുത്ത് നിന്ന് വളർന്നില്ലെങ്കിൽ പേരൻസിനോടുള്ള സ്നേഹം കുറയുന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഞാൻ എൻ്റെ പേരൻസിനൂടെ നിന്നിട്ടേ ഇല്ല. എൻ്റെ ഒരു അറിവ് വെച്ച പ്രായം തൊട്ട് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഒരു 8 വയസ്സ് തൊട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ നിന്നിട്ടേ ഇല്ല. ആകെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ നിന്നതായിട്ടുള്ളൊരു ഓർമ്മയുള്ളത്, ഞാൻ കണ്ണൂർ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ BA ഭരതനാട്യം ചെയ്യാൻ പിലാത്തറയല്ല പഠിച്ചത്, കണ്ണൂർ ലാസ്യ. അപ്പോൾ അവിടെ പഠിക്കുന്നതിന് മുന്നേ 1 വർഷം അങ്ങനെ എനിക്കൊരു ടൈം കിട്ടി വീട്ടിൽ നിൽക്കാൻ. ആ ഒരു വർഷം മാത്രമേ ഞാനും അമ്മയും ഒന്നിച്ച് നിന്നിട്ടുള്ളൂ. എന്നിട്ടെന്താ ഞങ്ങൾ അമ്മ ബോണ്ടിന് വല്ല കുറവുണ്ടോ? ഞാനും അച്ഛനും ആയിക്കോട്ടെ. ഞാൻ 8ാമത്തെ വയസ്സിൽ ഞാൻ അച്ഛനെ ഗൾഫിൽ വിട്ട് നാട്ടിൽ വന്ന, എന്താ പറയുക, കൊച്ചുപിള്ളേരെയൊക്കെ ഗൾഫ് വിട്ടിട്ട് വരുന്നത് കാര്യം പറയുന്ന പോലെ അച്ഛനെ ഗൾഫ് വിട്ടിട്ട് ഞാൻ നാട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയതാ. പുള്ളി മരിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു സ്നേഹം, ആ ഒരു ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലില്ലേ. അങ്ങനെ കൂടെ നിന്നാലേ ഇങ്ങനെ സ്നേഹം ഉണ്ടാവുള്ളൂ പറയല്ലേ. എനിക്ക് വിഷമമാവും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അയ്യോ, ആരും പേഴ്സണലി എടുക്കല്ലേ. ഞാൻ ജസ്റ്റ് എല്ലാവരും കുറേ പേര് അത് കമന്റ് ഇട്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കിടു എന്നെ കൊണ്ടുവിടാൻ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിൽ. കൊണ്ടുവിടാൻ വന്ന് ആശ ഭയങ്കര അലമ്പ്. അവൻ പുറത്തിറങ്ങും, പിന്നെ ഓടും. അവൻ എല്ലാ കടയിലും കാണുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ചൂണ്ടി എന്നെ ബസ് കയറ്റി വിട്ടിട്ട് പിന്നെ ആശാനും ഏട്ടനും കൂടെ തിരിച്ചു പോയി. അവർ പിന്നെ അവിടുന്ന് പ്രൈവറ്റ് ബസ്സിന് അവർ തിരിച്ച് വീട്ടിൽ പോയി. അച്ചാച്ചി ഉണ്ടാക്കി തന്ന കട്ട്ലറ്റൊക്കെ പൊതിഞ്ഞ് കെട്ടിയാന്ന് പോയെ. ഞാൻ വിശക്കുന്നില്ലെന്നൊക്കെ കാര്യമായിട്ട് പറഞ്ഞു. പക്ഷേ ഏട്ടൻ അതിവിദഗ്ധമായിട്ട് പാത്രത്തിൽ 3-4 കട്ട്ലറ്റൊക്കെ ആയിട്ടാണ് കയറിയിരുന്നത് ബസ്സിൽ. ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കാണിച്ചു തന്നു. കട്ട്ലറ്റ് വേണോ വേണ്ടായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് ഞാനതങ്ങ് എടുത്തങ്ങ് തിന്നു. അത് കൊണ്ടുവന്നോണ്ട് അത് കഴിച്ചിട്ട് കയറി.
അമ്മ എന്തൊക്കെയോ പുറകെ കൊണ്ട് നിരത്തുന്നുണ്ടല്ലോ. കപ്പ, കട്ടൻ ചായ വെള്ളം, ബാ കച്ചരടാ. കപ്പ, കട്ടൻ ചായ, പിന്നെ നിനക്ക് ഇഷ്ടമില്ലാത്ത ചമ്മന്തി. അയ്യോ ഇട്ടോ. ഇട്ടോ, പോയേ ഇട്ടോ. സർക്കാരിൽ അതങ്ങോട്ട് ഇരിക്കട്ടെ, വേറെ പിന്നെ വേണേ എടുക്കും. അല്ല മുളക് ചമ്മന്തിയല്ലേ ഇട്ടോ. ചിന്തോണേ മുളകെല്ലാം കൂടി എല്ലാരും കഴിച്ചാ രാവിലെ? അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കപ്പ വാങ്ങിച്ചോണ്ട് വന്ന് പുഴുങ്ങി. നമുക്ക് കഴിക്കല്ലേ? നമുക്ക് കഴിക്കണ്ടേ? ചൂട് കപ്പയും ചമ്മന്തിയൊക്കെ കഴിക്കാം. ഞങ്ങള് കഴിക്കുന്നതിന്റെ വിധം നിങ്ങൾക്കും തരാം, പോരി. ഞാൻ ഒരു ലക്ഷം തിന്നു നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന്. കപ്പ ചൂടോടെ ഒരു ലക്ഷം ചമ്മന്തി മുക്കി കഴിക്കുന്നതിന്റെ ഒരു സുഖം. കാന്താരി ഇല്ലായിരുന്നു, അതുകൊണ്ട് പച്ചമുളക് വരച്ചേ മതിയല്ലോ. ഇന്ന് നോയമ്പാണ്ട, അല്ലെങ്കിൽ നമ്മൾ ഉണക്കമ്മീനോട് വറുത്തേനെ. അതെ. ഓ ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ട് കഴിക്കട്ടെ കേട്ടോ. ഇച്ചിരി കപ്പ തന്നപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയി. ഞാനേ കപ്പയൊക്കെ തിന്നിട്ട് പിന്നെ വന്ന് ബാക്കി കാര്യം പറയാം. വിശന്നോണ്ട് എത്ര ഫിലോസഫി ഞാൻ പറഞ്ഞേ. ഇപ്പൊ കട്ടൻ ചായം കളഞ്ഞേനെ. അപ്പൊ കഴിഞ്ഞിട്ട് വരാവേ. കാലുണങ്ങിയല്ല ചൂടിന്റെ, അതുകൊണ്ട് ഇത്ര ഡ്രൈ ആയിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് തേക്കണ്ടത്, അമ്മ ചുമ്മാ കൊണ്ട് തേക്കുവോ. ഇത് പോവാമ്മ കുറച്ച് കഴിയുമ്പോ. കാലിനെന്തോ വൃത്തികേട്? അത് തൊലി പോകുന്നുണ്ട് ചൂടിന്റെ. നടപ്പല്ലേ. അതെന്ത് സാധനം? എന്തത് അങ്ങനൊക്കെ ഉണ്ട്. ആരടി, ഏതമ്മമാരടി ഇങ്ങനെ ചെയ്യുന്നേ? ശരിയാ, എല്ലാ അമ്മമാരും അങ്ങനൊക്കെ തന്നെ ചെയ്ത് തന്നിട്ട് ചോദിക്കും ഏതമ്മമാരാ ചെയ്യുന്നതെന്ന്. അത് കേരളത്തിലെ ശരാശരി അമ്മമാരെല്ലാം അങ്ങനെ തന്നെ. ശരാശരി മക്കളും ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലേ? ആ, ഞാനെന്തോ ചോദിച്ചു? അല്ല, ഇങ്ങനെ ചോദിച്ചു തന്നിട്ട് ഏതമ്മമാരെങ്ങനെ ചെയ്തു തരുന്നെന്ന് ചോദിക്കുന്നത്. അതാ, കയ്യ നഖം കൊള്ളല്ലേ. മറ്റേ ബേസിൽ ചോദിച്ച പോലെ, എന്ത് പറ്റി ഇന്നത്ര സ്നേഹം, എന്റെ കിഡ്നിയോ വല്ലതും വേണം. ഉള്ള ഗുളികയെല്ലാം കൂടെ തിന്നല്ലേ അതിനാളെ ആരണ്ട് പറഞ്ഞാൽ കിഡ്നി അടിച്ചു പോയത്. എന്നോട് ആരണ്ട് പറഞ്ഞു, ചേച്ചി ഇത്രയും ഗുളിക ഉണ്ട് കിഡ്നി അടിച്ചു പോകത്തില്ലേ ഇത്? ഞാൻ പറഞ്ഞ അത് പോയാൽ അതിന് എന്തെങ്കിലും ഒരു ഇത് വരത്തില്ലേ, ഇല്ല എന്നുള്ളതിന്റെ ഒരു സിഗ്നൽ കാണിക്കത്തില്ലേ എന്ന് ചോദിച്ചു. അത് ഇപ്പോഴൊന്നും അറിയത്തില്ലേ ചേച്ചി, കുറച്ച് കഴിഞ്ഞേ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഇനി എന്താ കുറച്ച് കഴിയാനുള്ള ഏതൊരു സമയമായിരിക്കുമോ എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ പ്രായമൊന്നും അങ്ങനൊന്നും ഇല്ല. ആര് വേണേലും എപ്പോ വേണേലും എങ്ങനെ വേണേലും പോവാം. എനിക്ക് ഗ്യാരണ്ടി ഇല്ല ഇപ്പൊ. ചേമ്പന്താളിന്റെ ആയുസ് പോലും ഇല്ല ഇപ്പൊ. എല്ലാവർക്കും റെഡി വിസ ഉള്ളതുകൊണ്ട് എപ്പോ വേണേലും പോവാം. ഏതാണ്ട് ഒരു ഇത് പറയല്ലേ, റെഡി ടു കുക്ക്. അത് തന്നെ, റെഡി ടു കുക്ക് തന്നെ. റെഡി വിസ ഉള്ളതുകൊണ്ട് എപ്പോ വേണേലും പോവാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കാന്റെ പുറത്തും താത്തി വീണ ഒരു കാലം മതി. കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാവുകയൊന്നും ഇല്ലല്ലോ. മിക്കവാറും. ഇപ്പൊ എനിക്ക് വയ്യ ഇരിക്കാൻ, അല്ലെങ്കിൽ ഞാൻ പെഡിക്യൂറും ചെയ്തു തന്നാണ്. പെഡിക്യൂറും മണിക്കൂറും ഒക്കെ കണ്ടേനല്ലേ? പെഡിക്യൂറും മാനിക്യൂറും. ഞാൻ ഇരുന്ന കസേരയുടെ അടിയിൽ കുളവിക്കൂട്, ഞാനതുകൊണ്ട് മുറ്റത്തിട്ടു. ഇതുവരെ ഞാൻ അറിഞ്ഞില്ല. നോക്കിയപ്പോ അതിലൊരു കുളവി ഇരിക്കുന്നത്, ഞാൻ കൊണ്ട് നൈസായിട്ട് കൊണ്ട് മുറ്റത്ത് വെച്ചു. അല്ലെങ്കിൽ ഇന്ന് വല്ല തീരുമാനമായേനെ. അവിടെ താമസിക്കാൻ കൂട് വെച്ചിട്ട് പോയി, തന്നെ പോയി. അയ്യോ, എന്തോ വലിയ കൂടായിരുന്നു അറിയാവോ. 2 കിട്ടിയതാ എനിക്ക് അതിന്റെ. എനിക്ക് ക്ലാസ് എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം കുളവിയുടെ കുത്ത് കിട്ടി. അയ്യോ, എന്തൊരൽപ്പായിരുന്നോ കൈക്ക്. കുളവ് കിട്ടിയപ്പോ തന്നെ അല്ലടി, പണ്ടെന്റെ ചെറുപ്പത്തിൽ ഒരു വലിയ കയ്യാലക്കകത്ത് കാച്ചിലിറങ്ങി വലിയ കാച്ചിലായിരുന്നു. അത്
മാന്തി എടുത്തതിന്റെ വലിയൊരു കുഴി ഉണ്ടായിരുന്നേ. ഈ കുഴിക്കകത്ത് ഭയങ്കര ഒരു മറ്റേ ഈച്ചക്കൂട്, എന്തായിരുന്നു, തേനീച്ചയുടെ കൂട്. അന്നേരം കുറെ പിള്ളേരുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആരായിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ പിള്ളേരുണ്ട് തന്നെ. അതിനകത്ത് ഒരു കമ്പെടുത്തിട്ട് കുത്താൻ പറഞ്ഞു. അടുത്ത് തോട് കടന്ന് ഞാൻ ചെന്ന് ഒരു അഴാത്ത കമ്പെടുത്തിട്ട് ഇതിനകത്ത് വട്ടത്തിലൊരു കറക്ക് കിടക്കും. എന്റെ തമ്പുരാനെ, ഈച്ച മതിയാന്നൊക്കെ പറഞ്ഞു കേട്ടുള്ളൂ. ഒന്ന് നേരെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. വെള്ളത്തിൽ മുങ്ങാൻ പറഞ്ഞു. വെള്ളത്തിൽ മുങ്ങിയുടെ കിടന്നിട്ടും ഈച്ച പോവുകയില്ല. അവസാനം അവിടുന്ന് തല നൂർത്തപ്പോൾ ഈച്ച ആവശ്യം പോലെ തന്നെ എന്നെ ഒന്ന് കാണണമായിരുന്നു. നല്ല രസമായിരുന്നു. ലേഖ ചേച്ചി ഇതുവരെ കുറെ കുത്തിയില്ലേ? ലേഖ ചേച്ചിയും കുത്തി. അത് വീട്ടിൽ തേനീച്ച കൂട് വെച്ച് എന്നെ കിട്ടിയത്. എനിക്കല്ലാതെ കിട്ടിയത്. ചെന്ന് കയറി കൊടുത്തല്ലേ? എണ്ണ കയറി കൊടുത്തു. പിന്നെ അതിനകത്ത് കുത്തി അത് കുത്താതിരിക്കും തിരിച്ച്. ഭയങ്കരമായിരുന്നു. വീട്ടിൽ അവരെല്ലാം കഴിഞ്ഞ് നീരും വെച്ച് വീട്ടിലോട്ട് പോയപ്പോൾ അമ്മമ്മയുടെ വക വേറെ അതിൻ്റെ കൂട്ടത്തിൽ. എനിക്കിപ്പം 2 മാസത്തെ അവധി ഉടനെ വരുന്നുണ്ട്, വെക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അമ്മയും കൊണ്ട് കമ്പത്ത് പോയാലോ എന്നൊരു ആലോചനയുണ്ട്. പിന്നെ 1-2 ആശുപത്രികൾ ഇങ്ങനെ ലിസ്റ്റിലുണ്ട്. പിന്നെ നല്ലോണം തിരക്കിയിട്ടേ പോകുന്നുള്ളൂ, ഉറപ്പായിട്ടില്ല. അപ്പം അതൊന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നീണ്ടു നിൽപ്പുണ്ട്. അപ്പം അധികം താമസിക്കാത്ത നമ്മൾ പോകും കേട്ടോ. അത് കഴിയുമ്പോൾ നോക്കണം. പിന്നെ മണി ആരാ ചാടി നീക്കി പയറ് പോണക്ക്. മണിയാരാന്ന് ചോദിച്ചാൽ മതി. മണിയാരെയോ? എന്ത് മണിയാര്? ശരിയാ, മണി ആരാന്ന്. നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എങ്ങനെയൊക്കെയോ സമയം പോയി, എങ്ങനെയാന്ന് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. പക്ഷെ വേറൊരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. മണിയമ്മ എന്തോ ഒരു സാധനം കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്തോന്നുള്ള അമ്മയുടെ തന്നെ ചോദിച്ചാൽ അറിയുള്ളൂ. അതാ കോവയ്ക്ക ഓൺ ഫയർ. ഇത് കോവയ്ക്ക അരപ്പൊക്കെ പെരട്ടി വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കണം. ഇങ്ങനെ വറക്കാൻ നമ്മളോട് ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇത് എന്ന് ഉണക്കിയതാ? അതേ ഇന്നലെ ഉണക്കി വെച്ചതാണ്. ഒത്തിരി ഒന്നും ഉണങ്ങിയില്ല. കോവയ്ക്കൊരു വെള്ളം ഉണ്ടല്ലോ, അരപ്പ് കെട്ടുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുതല, ഉപ്പും കൂടെ ആകുമ്പോൾ. അപ്പൊ അതൊന്ന് ആ വെള്ളം ഒന്ന് വെയിലത്ത് വെച്ചൊന്നും പറ്റിച്ചെടുക്കും. എന്നിട്ട് അതെടുത്ത് ഇവിടെ കൊണ്ടു വെച്ചിരുന്നു. ഇപ്പൊ ചോറിന് കൂട്ടാണ്. എന്നിട്ട് ഇന്നലെ ഞാൻ ചോറിന് ചോദിച്ചിട്ട് എനിക്ക് തരാഞ്ഞ എന്താ? സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു മിടിക്കുക. എന്തായാലും ഇന്നാലും കൂട്ടാനുള്ള യോഗം ഉണ്ടായല്ലോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ. ഇതിന്റെ മസാല വേണമെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. മസാല വേണേ ഇപ്പൊ അങ്ങ് പറഞ്ഞോ. മസാല വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇച്ചിരി ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയാ? മഞ്ഞപ്പൊടി അത്ര സാധനമേ ഉള്ളൂ. അതൊന്നും ഇട്ട് ഒരു കൈകൊണ്ട് ഒത്തിരി അങ്ങ് ഞെവിടരുത്. സാധാരണ മട്ടൊന്ന് ഇളക്കിയിട്ട് വെയിലത്ത് വാരി വെച്ച് നല്ലോണം അതിന്റെ വെള്ളം ഒന്ന് വെച്ചിട്ടെടുക്കുക. അപ്പോൾ അത് സംഭവം. എന്നിട്ട് അത് കൊണ്ടുവന്ന് അങ്ങോട്ട് വറുത്തങ്ങോട്ട് പോരുക. നോട്ടിലേക്ക്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.